Good evening, everyone. As we all know, നമ്മൾ ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സെലിബ്രേറ്റ് ചെയ്യാണ് അല്ലെ. ആൻഡ് ഇതിന്റെ പാർട്ടായിട്ട് ലേൺ വൈസിൽ നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു ആൻഡ് അതിൽ നമുക്ക് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കുറെ അധികം തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കിട്ടി. ആൻഡ് ടുഡേ നമ്മുടെ സെക്കൻഡ് സെഷൻ ആണ്. So it's truly a pleasure to welcome you all to today's special Women's Day session organized by LearnWise. Today we come together to celebrate the achievements, strength and resilience of women everywhere. ആൻഡ് നമുക്ക് ഈ ഒരു ഇയറിലെ ഇന്റർനാഷണൽ വുമൻസ് ഡേ 2025 ഒരു മോട്ടോ അല്ലെങ്കിൽ തീം നമ്മൾ നോക്കിയാൽ നമുക്ക് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് എന്താണ് ഈ ഒരു തീം? ദിസ് തീം കോൾസ് ഫോർ ദ urgent need to accelerate the actions needed to achieve gender equality. It challenges all of us to take concrete steps, both individually and collectively, to drive change and create an environment where women can thrive. So, നമുക്ക് എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. And it is my honor to welcome Ms. Madhusri IAS, the speaker of the session, the Assistant Magistrate and Assistant Collector of Hooghly, West Bengal, to our Women's Day celebration. And talking about her, a native of Kottarakara, Kollam, Ms. Madhusri is a civil engineering graduate from Mar Vesuvius College of Engineering and holds a master's in sociology from ICNO, where she also qualified for NET and JRF in sociology. Her dedication and perseverance led her to clear the UPSC exam after many attempts, eventually securing a place in the 2022 batch of the IAS. She also mentored UPSC aspirants along the way, sharing her knowledge and passion for public service. And currently posted as Assistant Magistrate and Assistant Collector in Hooghly, her service is a true reflection of hard work and commitment. സോ എത്രയും സ്നേഹത്തോടു കൂടിയും എത്രയും ബഹുമാനത്തോടു കൂടിയും ഞാൻ മാമിനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു മാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വിമൻസ് ഡേയുടെ അവസരത്തിൽ എന്നെ സംസാരിക്കാൻ വിളിച്ചതിന് LearnWiseന്റെ എല്ലാ സംഘാടകരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ഒരു സ്പെഷ്യലി ഒരു ദിവസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ടെങ്കിലും എവറി ഡേ ഇസ് എ സെലിബ്രേഷൻ ഓഫ് വിമൻഹുഡ്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടോക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി നമ്മളെയും മുമ്പോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ സമൂഹത്തിൽ ഉള്ള ആൾക്കാർക്കും മുമ്പോട്ട് വരാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ആർജവവും അതിനുള്ള ഒരു ധൈര്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു അവസരത്തിൽ. അപ്പം ഈ ഒരു ടോക്ക് എന്താ സംസാരിക്കേണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഇന്ററാക്റ്റീവ് ആണെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും. എന്റെ ജേർണി ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു IAS അല്ലെങ്കിൽ UPSC സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ജേർണി ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു 7 വർഷത്തെ പ്രിപ്പറേഷന് ശേഷമാണ് ഞാൻ ഫൈനലി ക്ലിയർ ചെയ്തിട്ട് IAS സർവീസ് എനിക്ക് കിട്ടുന്നത്. അപ്പം അതിനിടയ്ക്ക് വെച്ച് പല നിമിഷങ്ങളിലും എനിക്ക് തോന്നിയിരുന്നു ചിലപ്പോൾ ഇത് പോസിബിൾ ആവില്ല, അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലേക്ക് തിരിയണം. എങ്കിൽ പോലും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് അക്കാഡമിക് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ മോഡ്, ഫിസിക്കലി നമ്മളൊരു സ്ഥലത്ത് ലേക്ക് മാറി ഒരു വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രിപ്പറേഷൻ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് ഇഗ്നുവിന്റെ കോഴ്സ് ചെയ്യാമെന്ന് വെച്ചത്. സോഷ്യോളജി എനിക്ക് UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ എന്റെ ഓപ്ഷനിലും കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിൽ ഇഗ്നുവിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നെറ്റ് JRF ക്ലിയർ ചെയ്യാനും പറ്റി. അപ്പൊ ഒരുപക്ഷെ UPSC സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതിയിരുന്നു, അതിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു ജേർണി തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോ ടോപ്പിക്കിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ആൻഡ് ഇക്വാലിറ്റി എന്നുള്ളതാണ്. എനിക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ് എംഫസൈസ് ചെയ്യാനുള്ളത്.
more than like state or bureaucracy, അവർക്ക് obviously state and bureaucracy policy ലെവലിൽ they can make tremendous change, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ എങ്കിലും the change should really happen from individual levels. അതായത് നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാവുന്ന മാറ്റം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അതാണ് സമൂഹത്തിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകള് എന്താണ് പഠിക്കുന്ന കാര്യത്തില് അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ പുറത്ത് ജോലി ചെയ്യുന്നതിലൊന്നും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, ലൈക്ക് ജനറൽ ആവറേജ് പറയാണ്, ബുദ്ധിമുട്ടുകൾ ഇല്ലായിരിക്കാം. പക്ഷെ ഒരു നെക്സ്റ്റ് ലെവൽ, അതായത് എത്രത്തോളം ലീഡർഷിപ്പ് റോൾസിലേക്ക് വരുന്നു, എവിടൊക്കെ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് പവർ സ്ത്രീകൾക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും കേരളത്തിൽ വ്യത്യാസം വരുന്നത്. പക്ഷെ ഇപ്പം ഞാനിവിടെ വെസ്റ്റ് ബംഗാളില് എന്റെ വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു 10-40 വർഷം പുറകിലാണ് ഇവിടുത്തെ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രൈമറി ലെവൽ ഓഫ് ഇഷ്യൂസ്, കൺസേൺസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് സ്ത്രീകളുടെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഏർലി മാരേജ് വളരെ ഫ്രീക്വന്റ് ആണ്. 18 വയസ്സിന് താഴെയുള്ള മാരേജ്, അല്ലെന്നുണ്ടെങ്കിൽ ടീനേജ് പ്രഗ്നൻസി ഇവിടെ ഭയങ്കര ഫ്രീക്വന്റ് ആണ്. ബട്ട് ദെൻ ദർ ഇസ് അനദർ വേൾഡ് ഓൾസോ. അതായത് സ്ത്രീകളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ, നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ ജെൻഡേഴ്സ്, വിത്തിൻ ദിസ് ജെൻഡർ എന്ന് പറയുന്ന സ്പെക്ട്രത്തിനകത്ത് തന്നെ യു ക്യാൻ സീ ഡിഫറെന്റ് വേൾഡ്സ്. ഇപ്പൊ വെസ്റ്റ് ബംഗാളിലും ഇറ്റ് ഇസ് ലെഡ് ബൈ എ വിമൻ CM. ദർ ആർ ലോട്ട് ഓഫ് വിമൻ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ, സ്പെഷ്യലി ദ ഡിസ്ട്രിക്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിക്ട്, ഹൂഗ്ലി ഡിസ്ട്രിക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സർവീസിൽ ഒരുപാട് വിമൻ ഉള്ള ലീഡർഷിപ്പ് പൊസിഷൻസിൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ബ്യൂറോക്രസിയിൽ നമുക്ക് ഒരുപാട് സ്ത്രീകളെ കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയുള്ള ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു വേൾഡ് ഉണ്ട്. അവിടെ ആസ്പിറേഷൻസ് തന്നെ ലിമിറ്റഡ് ആണ്. അതായത് എന്താ പറയാ, വീട്ടിലെ ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം പോലും ഇല്ല, ലൈക്ക് അതിന്റെ ഒരു ആവശ്യകത കാണുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുള്ള ജെൻഡറിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ഡിഫറെന്റ് വേൾഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ വെസ്റ്റ് ബംഗാൾ. കേരളത്തിലും അതുണ്ട്, കേരളത്തിൽ ഇല്ല എന്നല്ല, എല്ലായിടവും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന ഇങ്ങനത്തെയുള്ള കളക്ടീവ് ഫോറംസിൽ ഡിസ്കഷൻ ഉണ്ടാവുന്നു. ഇപ്പം എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ, എന്താണ്, മുമ്പോട്ട് വരുന്ന സ്ത്രീകൾ എപ്പോഴും നമുക്കൊരു ഇൻസ്പിരേഷൻ ആണ്. അവരെ കാണുമ്പോൾ ഓക്കെ, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും, ഞാനും ശ്രമിക്കണം എന്നൊക്കെയുള്ള ഒരു ഇൻസ്പിരേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റോൾ മോഡൽസ്, അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കഷൻസ്, ഇങ്ങനത്തെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെ വളരെ ഒരു പ്രൊഡക്റ്റീവ് പ്ലാറ്റ്ഫോംസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു ഇനിഷ്യേറ്റീവിന്, ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എഫേർട്ടിന്, എന്താ പറയുന്ന ആ ഒരു കറേജിന് എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ, കളക്റ്റീവ്ലി മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഗ്നു അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മാത്രമല്ല, എന്ത് കൈൻഡ് ഓഫ് ലേണിംഗ്, അതായത് ലേണിംഗ് നെവർ എൻഡ്സ് എന്നാണ് പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട്, മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ആണ്. അപ്പം നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ മറ്റുള്ള കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ റൈറ്റിനെ കുറിച്ച് അവെയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അവയർനെസ് ആൻഡ് നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു നമ്മളൊരു ജോലി അല്ലെങ്കിൽ എക്കണോമിക് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. അതർവൈസ് ഓൾസോ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിലും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ നല്ലതാണ്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ്, സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവ് ആ രീതിയിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഇങ്ങോട്ട് ഇന്ററാക്റ്റീവ് ആവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. അബൌട്ട് യുവർ സ്റ്റഡീസ് ഞാൻ പറഞ്ഞു, അതായത് ആദ്യമേ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഗ്രാജുവേഷൻ ചെയ്തത്. ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് UPSC സിവിൽ സർവീസ് എന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലും നാട്ടിലും ഒക്കെ ഇങ്ങനെ പറയത്തില്ല, എന്നാൽ സിവിൽ സർവീസിന് ഒന്ന് ട്രൈ ചെയ്യണം, അങ്ങനെ പറഞ്ഞ് കേട്ട ഒരു എന്താ ആ ഒരു താല്പര്യത്തില് എന്നാ ഇത് ചെയ്യണം എന്ന് തോന്നി. പിന്നെ വീട്ടിൽ അച്ഛനും പറയുമായിരുന്നു ഇത് ട്രൈ ചെയ്യണം, ഇതിന് ശ്രമിക്കണം എന്നുള്ള രീതിയിൽ. ആ ഒരു മോട്ടിവേഷൻ ഒക്കെ കാരണമാണ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും
ഒരു കോൺഫിഡൻസ്, വളരെ കുറച്ച് പേരാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലിയറിംഗ് പെർസെന്റേജ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു എന്താണ് ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാം എന്നുള്ള ഒരു അഡ്വൈസിന്റെ പുറത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്റെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്ത് ഞാൻ ഇന്റർവ്യൂ സ്റ്റേജും ക്ലിയർ ചെയ്യുന്നു. അപ്പൊ വളരെ കുറച്ച് മാർക്കിനാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാഞ്ഞത്. അപ്പം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു, ഇനി ഒരു അറ്റംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ക്ലിയർ ചെയ്യുന്നു. വളരെ ആ ഒരു എനർജിയിൽ സെക്കൻഡ് കൊടുത്തു. പക്ഷെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നു. എനിക്ക് കുറെ അറ്റംപ്റ്റുകൾ പോയിന്റ് വന്നു. അപ്പൊ അതിനിടയ്ക്കാണ് എനിക്ക് മനസ്സിലായി, കുറച്ച് 2-3 വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഞാൻ കുറച്ചും കൂടി വേറെ എക്സാംസിലൊക്കെ ഇത് ചെയ്യണം. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുത്തിരുന്ന സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി വായിച്ചിട്ടും. പിന്നെ എനിക്ക് റിലേറ്റീവ്ലി അതിലൊരു ഡിഗ്രി ചെയ്തു വെക്കുന്നത്, എന്തായാലും ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ആ സബ്ജക്ട് ഇത്രത്തോളം ഡെപ്തിൽ നോക്കിയിട്ടുണ്ട്, അപ്പൊ അതൊരു ഡിഗ്രി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഇഗ്നൂവിൽ ആ സമയത്ത് ഡിഗ്രി ചെയ്യുന്നതും നെറ്റ് JRF ഇത് ചെയ്യുന്നത്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാവ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വൈ? ഇതൊരു റിലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ത് പാരാമീറ്ററിലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്കറിയാം കേരളം പല രീതിയിലും എന്താണ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് പലതും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ബെറ്റർ ആണ്. ഇപ്പൊ ലിറ്ററസി, വിമൻ ലിറ്ററസിയുടെ പാരാമീറ്റേഴ്സിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മാരേജ് ഏജ്, അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇങ്ങനെയുള്ള കുറെ പാരാമീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ്, കേരളം മാത്രമല്ല മിക്ക സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പെർഫോംസ് വേ ബെറ്റർ ദാൻ മെനി അതർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ആൻഡ് ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലും ഇപ്പോ റിലേറ്റീവ്ലി പെർഫോമൻസ് ബെറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ എന്താന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഇസ് ഇറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്? അല്ല, അതൊരു എന്താ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ബേസ് ലെവൽ പാരാമീറ്റേഴ്സിൽ അതിനെ സ്റ്റാർട്ട് ചെയ്തു, ദെൻ യു ബിൽഡ് അപ്പോൺ ഇറ്റ്. ഇപ്പം ഇന്ന് കേരളത്തിന്റെ ഒരു എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ജെൻഡർ ഈക്വൽ സൊസൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്കറിയാം പല രീതിയിലും there are differences when it comes to real decision making power. ഇപ്പം ജോബ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ റേഷ്യോ ഡിഫറൻസ് ഉണ്ട്. എത്രത്തോളം പവർഫുൾ പൊസിഷൻ കേരളത്തിന് ഒരു വിമൻ CM-ന് എലക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈസ് കേരള ബെറ്റർ ഓർ വെസ്റ്റ് ബംഗാൾ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ പാരാമീറ്റർ അല്ലെങ്കിൽ എന്താണ് പാരാമീറ്റർ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ റിലേറ്റീവ് ക്വസ്റ്റ്യൻ, ബട്ട് ബേസിക് ലെവലിൽ നമുക്ക് പറയാം സദേൺ സ്റ്റേറ്റ്സ് എല്ലാം തന്നെ ഈസ് പെർഫോമിംഗ് ഫാർ ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്സ്. വാട്ട്സ് യുവർ ഡ്രീം നൗ? ആക്ച്വലി ഡ്രീം എന്താ പറയുന്നത്, ഈ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഡ്രീം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ ജോബ് തരുന്ന ഒരു സോഷ്യൽ സ്റ്റാച്ചർ ഉണ്ട്, അത് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ബട്ട് മോർ ദാൻ ദാറ്റ്, ആഫ്റ്റർ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് എവറി ഡേ വർക്ക്. നമ്മൾ പലപ്പോഴും ഡേ ടു ഡേ ജോബ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പേരെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ എന്റെ ലെവൽ ഓഫ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പം സർവീസിൽ ട്രെയിനിങ് പീരീഡ് ആണ്, അല്ലെങ്കിൽ ഇനി എന്റെ ഒരു 3-4-5-6 വർഷം എന്ന് പറയുന്നത് പോളിസി ഇംപ്ലിമെന്റേഷൻ ലെവലിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ പോളിസി ഉണ്ടാക്കുന്നില്ല, ഒരുപക്ഷെ ഞാൻ പോളിസിക്ക് സജഷൻസ് ഫീഡ്ബാക്സ് കൊടുക്കുമായിരിക്കും. പക്ഷെ ലാർജ്ലി എന്റെ റോൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾസ് എന്താണ് പോളിസീസിനെ അത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഇംപ്ലിമെന്റേഷൻ എനിക്ക് കഴിയുന്നത്, എന്നെ കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രത്തോളം തന്നെ ഭംഗിയായി അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് ലൈക്ക് ഒരു ലാർജർ വിഷൻ അല്ലെങ്കിൽ ഡ്രീം എന്നുള്ളതല്ല. ഡേ ടു ഡേ എന്റെ ജോബിൽ എത്രത്തോളം എഫിഷ്യന്റ് ആവാമോ അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അത് പെർഫോം ചെയ്യാൻ ഓബ്വിയസ്ലി ഇറ്റ് വിൽ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക ഔട്ട്കം ഞാൻ എന്റെ UPSC ജേർണിയിൽ പഠിച്ച ഒരു വലിയ ഒരു പാഠമാണ്. മോർ ദാൻ ദാറ്റ് റിയൽ ഡെസ്റ്റിനേഷൻ, ദ ജേർണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡെയിലി ഗോൾസ്, ബീങ് ട്രൂ ടു യുവർ വാട്ട് എവർ യുവർ ജോബ് ഇസ്, അത് പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വർക്കിന്റെ സമയത്ത് ആ വർക്ക് എന്നുള്ളത്, ആ ഡേ ടു ഡേ ബേസിസിൽ അതിനോട് വളരെ സിൻസിയർ ആയിട്ട് പെർഫോം ചെയ്യുക, ആൻഡ് ഔട്ട്കംസ് വിൽ ഫോളോ എന്നുള്ളതാണ് ഒരു ലാർജർ ഡ്രീം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 വർഷം എന്തായാലും പോളിസി ഇംപ്ലിമെന്റേഷൻ ലെവലായിരിക്കും. അതെന്റെ കഴിവനുസരിച്ച് അത്രയും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ട് അവിടെ ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എന്തായിരുന്നു? ആക്ച്വലി ഞങ്ങളുടെ ട്രെയിനിങ്, ഇപ്പൊ ഞാൻ എന്റെ ട്രെയിനിങ് പീരീഡിലാണ്, ഞങ്ങൾക്ക് 2 years നീണ്ട ട്രെയിനിങ് ആണ്. അതിലൊരു 1 year എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഡിസ്ട്രിക്ട് ട്രെയിനിങ് ആയിരിക്കും. ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിലാണ് ഈ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ്, നമ്മുടെ നാട്ടിൽ സബ് കളക്ടർ എന്ന് പറയുന്ന
അല്ല, അസിസ്റ്റന്റ് കളക്ടർ, സോറി, സബ് കളക്ടർ അല്ല, അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. അതാണ് ഇവിടെ അസിസ്റ്റന്റ് കളക്ടർ ആൻഡ് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പം ട്രെയിനിങ് പീരീഡിൽ മോസ്റ്റ്ലി നമുക്ക് ബംഗാളിന്റെ, ഇപ്പൊ ഞാൻ ഇപ്പം വേറെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ തന്നെയും എന്താണ് ആ ഒരു സ്റ്റേറ്റിന്റെ ഒരു എന്താ പറയുക ബ്യൂറോക്രസിയിലേക്ക് ഒരു എക്സ്പോഷർ, അവിടുത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലേക്ക്, അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോണ്ടെക്സ്റ്റിലേക്കുള്ള ഒരു എക്സ്പോഷർ, അതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല ഇൻഡിപെൻഡന്റ് ചാർജസ് തരും, ടാസ്കുകൾ, പ്രോജക്ട്സ് തരും. ഇപ്പൊ കറന്റ്ലി ഞാൻ ഒരു ഇന്റീരിയർ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു റൂറൽ ബ്ലോക്കിന്റെ ബ്ലോക്ക് ഹെഡായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഡിഫറെന്റ് സ്കീംസിന്റെ ഇംപ്ലിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്താ പറയുക, ഇപ്പൊ നമുക്ക് കേരളത്തില് ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു രീതിയല്ല. ഇവിടെയൊക്കെ റൂറൽ ഏരിയാസിൽ മഡ് ഹൗസസ് ഭയങ്കര കോമൺ ആണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീടുകൾ വളരെ കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് കുടിക്കുന്ന വെള്ളം, ജൽജീവൻ മിഷൻ ഉള്ള കുടിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബംഗ്ലാർ ബാഡി സ്കീമിൽ എല്ലാവർക്കും വീട് കൊടുക്കുക, സ്ഥലമില്ലാത്തവർക്ക് പട്ട, ലാൻഡ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് നെസസിറ്റീസ് അറ്റ് എ ബ്ലോക്ക് ലെവൽ മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത ട്രെയിനിങ് പീരീഡിൽ എനിക്ക് എക്സ്പോഷർ കിട്ടിയ ആ ഇതിലൊക്കെ ആയിരുന്നു. ഹൗ മച്ച് ടൈം യു ഇൻവെസ്റ്റ് ഫോർ സ്റ്റഡി ഇൻ യുവർ ഡെയിലി ലൈഫ് ഫോർ UPSC പ്രിപ്പറേഷൻ. അഗെയിൻ അതും ഞാൻ എന്റെ ജേർണിയിൽ മനസ്സിലാക്കിയ കാര്യം, തുടക്കത്തിൽ ഓവർ എക്സേർട്ട്, അതായത് നമ്മളെ എല്ലാവരും പറയുന്നത് പോലെ 12, 14, 16 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ അത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ടാസ്ക് ആണ്. ഞാൻ മനസ്സിലാക്കിയത് കൺസിസ്റ്റന്റ് ആയിട്ട് 6 to 8 hours, അതായത് എക്സാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 hours എത്തും. അല്ലെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 hours ഡെയിലി കൊടുക്കാൻ പറ്റും. 6 hours എന്ന് പറയുന്നത് അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കുന്ന ടൈം ആയിരിക്കും. അതായത് ആ സമയത്ത് അതിനിടയ്ക്ക് പിന്നെ നമ്മൾ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോവുക, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ലൈബ്രറിയിൽ എത്ര നേരം ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ 6 hours എന്ന് പറഞ്ഞത്. The biggest pressure you have faced during the preparation and how you overcome it. I think biggest pressure എന്ന് പറയുന്നത് repeated failures ആയിരുന്നു. റിപ്പീറ്റഡ് ഫെയിലിയർ, ലൈക്ക് എവറി ടൈം എന്താ പറയുന്ന ഓരോ സ്റ്റേജ് ക്ലിയർ ചെയ്ത് ഇപ്രാവശ്യം കയറും എന്ന് പറഞ്ഞ ഒരിടത്തേക്ക് എത്തും, അവിടുന്ന് വീണ്ടും പരാജയപ്പെടും. വീണ്ടും UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വീണ്ടും സ്ക്വയർ 1 ആണ്. അതായത് വീണ്ടും പ്രിലിംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും ഉറപ്പില്ല പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന്. അപ്പം ആ ഒരു റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് തന്നെയായിരുന്നു എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രഷർ. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ആർക്കും വിശ്വാസം ഇല്ലാതാവും. ആദ്യമൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ക്ലിയർ ചെയ്യുമെന്ന്, നാട്ടുകാർക്കും ഭയങ്കര വിശ്വാസമായിരുന്നു ക്ലിയർ ചെയ്യുമെന്ന്. പിന്നെ എല്ലാവർക്കും വിശ്വാസം കുറയും, പിന്നെ നമുക്കും വിശ്വാസം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, ഇല്ല നമുക്ക് കിട്ടും എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഷർ. ഹൗ ക്യാൻ യു ഓവർകം ദ സ്ട്രഗിൾസ് ഓഫ് യുവർ ജേർണി? ഞാൻ എന്റെ ജേർണിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സ്ട്രഗിൾസ് നമ്മൾ ഈ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഗോളിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ് എല്ലാം സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ കുറച്ചൊന്ന് ലൈഫിൽ ലെറ്റ് ഗോ, അതായത് ഒരു ഡെസ്റ്റിനേഷൻ നമുക്കുണ്ട്, ഒരു ജേർണി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദിസ് മേ ഹാപ്പൻ ഓർ മേ നോട്ട് ഹാപ്പൻ, ബട്ട് ഐ ഹാവ് ടു വർക്ക് സിൻസിയർലി ഫോർ ഇറ്റ്. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ ദ മീൻ ടൈം ഒരു പക്ഷേ ജേർണി ചിലപ്പോൾ വേറൊരുത്തേക്ക് വഴി തിരിയാം എന്നൊക്കെയുള്ള ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ജേർണി ഈസി ആവും എന്ന് എനിക്കിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു. മോസ്റ്റ് ചാലഞ്ചിങ് ടൈം ഐ ടോൾഡ്, ഞാൻ മിലിറ്ററിയിൽ സർവീസ് ചെയ്യുന്നു, LW സപ്പോർട്ടിൽ പഠിക്കുന്നു. മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഫിയർ ഇസ് ദ ഇഷ്യൂ ടു ടേക്ക് ഡിസിഷൻ, ഹൗ ഇറ്റ് വിൽ ഓവർകം. യെസ്, ഇതെനിക്ക് റിലേറ്റബിൾ ആണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നല്ല പേടി തോന്നും. ദാറ്റ് ഇസ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് ആ പേടി തോന്നുന്ന ഒരു സാധനമുണ്ടല്ലോ, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ അതിന് പ്രിപ്പയർഡ് ആണോ, ഇപ്പൊ ഇത് ചെയ്യണോ, ഇതൊരു വലിയ സ്റ്റെപ്പ് അല്ലേ എന്നൊക്കെ തോന്നുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മൾ ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം. ആ പേടി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് അഹെഡ് ഇൻ അവർ ലൈഫ്. നമ്മൾ എവിടെയോ കംഫർട്ട് കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ്. എപ്പോഴാണ് നമുക്ക് ആ പേടി ഫീൽ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഐ എം ഷുവർ ഇപ്പം ഈ ഒരു ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് whenever this thought came, ആ സമയത്ത് ആൾക്കാർക്കൊരു
എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നായിരിക്കും, ഇതൊരു ഫെയിലിയർ ആവുമോ, ഇതൊരു സക്സസ് ആവുമോ എന്നൊക്കെ തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് ആ ഫിയറിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഫിയർ ഇസ് വെരി നോർമൽ. ഫിയർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുകയാണ്, നമ്മൾ ഒന്നും തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫിയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യെസ്, ഐ അറ്റ്ലീസ്റ്റ് ട്രൈ ടു അറ്റംപ്റ്റ് സംതിങ് ബിഗ്, ആൻഡ് ഇഫ് ഐ ഡു ദിസ്, I'll overcome this fear and I'll just take one more step ahead in my life. മാഡം എന്താ വെസ്റ്റ് ബംഗാൾ ചൂസ് ചെയ്തത്, കേരള കാഡർ എടുക്കാതിരുന്നത്? ഇത് നമ്മൾ ആക്ച്വലി സിവിൽ സർവീസിനകത്ത് കാഡർ പ്രിഫറൻസ് കൊടുക്കും. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് കേരളം ആയിരുന്നു, പക്ഷെ എനിക്ക് കേരളം കിട്ടിയില്ല. കേരളത്തിൽ 2 ഇൻസൈഡർ പോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എനിക്കേക്കാൾ മുമ്പ് റാങ്ക് ഉണ്ടായിരുന്ന 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അവരിപ്പം മലപ്പുറത്തും ആ, മറ്റേ ഡിസ്ട്രിക്ട് ഞാൻ മറന്നുപോയി, വയനാട്ടിലും ഉണ്ട്. ഓക്കെ. ആ ആ, ആ, അതുകൊണ്ടാണ് എനിക്ക് കേരളം കിട്ടിയില്ല. എന്റെ 5ാമത്തെ ഓപ്ഷൻ ആയിരുന്നു വെസ്റ്റ് ബംഗാൾ. അപ്പൊ അതിങ്ങനെ റൊട്ടേഷനിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ സോൺ വൈസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതായത് കേരളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തമിഴ്നാട് നെക്സ്റ്റ് ഓപ്ഷൻ വെക്കാൻ പറ്റില്ല. അപ്പൊ സദേൺ സോണിൽ കേരളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു അടുത്ത സോൺ സെലക്ട് ചെയ്യണം. അങ്ങനെ അപ്പൊ അങ്ങനെ സോൺ വൈസ് സെലക്ട് ചെയ്തിട്ട് 5th നോർത്ത് ഈസ്റ്റ് സോണിൽ ഞാൻ ഫസ്റ്റ് വെച്ചിരുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. എനിക്ക് അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാൾ കിട്ടിയത്. What advice would you give to young women who aspire to leadership roles in public service, and how can they prepare themselves for the challenges and opportunities that come with these roles? ഞാൻ ഇതിപ്പോ നേരത്തെ പറഞ്ഞതാണ്, അഡ്വൈസസ് ഡെയർ ടു ഡു ഇറ്റ്. അതായത് നമ്മൾ പലപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്താണെന്ന് എനിക്കറിയില്ല, എന്തായിരിക്കും നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരും, നമുക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാവുന്ന ആരും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല ലൈഫിൽ. അപ്പൊ നമ്മൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് പോയിട്ട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേൾഡിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഒരു ജേർണിയിലാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഇവിടെ സർവീസിലാണെന്നുണ്ടെങ്കിലും, ഒരു എന്താ പറയുക, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വിമന്റെ എൻട്രി കുറച്ചും കൂടി ഈസിയർ ആവുന്നത് അല്ലെങ്കിൽ കോമൺ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലാർജ്ലി മെൻ ഡോമിനേറ്റഡ് സൊസൈറ്റി ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഇപ്പൊ പബ്ലിക് സർവീസിൽ ഹയർ എക്സലൻസിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു മീറ്റിംഗിൽ 1-2 സ്ത്രീകളും ബാക്കി മൊത്തവും പുരുഷന്മാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വോയിസ് ആദ്യമൊക്കെ എന്താ പറയാ, വോയിസ് കേൾപ്പിക്കുക എന്നുള്ളത് തന്നെ ഒരു ചലഞ്ച് ആയിരിക്കും. ബട്ട് വൺസ് പ്രൂവ് യുവർ പൊട്ടൻഷ്യൽ, അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ധാരണയുണ്ട്, നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടു ലിസൺ ടു യു. സോ ഇനിഷ്യൽ കുറച്ച് ഈസി ആയിരിക്കില്ല. അപ്പൊ അവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ, ഒന്ന് നമ്മൾ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്ത് വി ഹാവ് ടു ഡെയർ ടു ഡു തിങ്സ് ആൻഡ് വി ഹാവ് ടു പ്രിപ്പയർ അവർ സെൽഫ്. നമ്മൾ കുറച്ച് അഡീഷണൽ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. നമ്മുടെ നോളജ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെയും ചാലഞ്ചസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ വരുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒന്നായിരിക്കില്ല വേറൊരാൾ വരുന്നത്, വേറെ എനിക്കുള്ള ബുദ്ധിമുട്ടുകളായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. അപ്പം ഓരോരുത്തരുടെയും എന്താ പറയുക, പൊസിഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് മനസ്സിലാക്കി ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എക്സാംസിനൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ്? എക്സാംസിന് നമ്മൾ എല്ലാ എക്സാമിനും ബേസിക് സാധനങ്ങളാണുള്ള. എക്സാമിന്റെ സിലബസ്, എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ പ്രാക്ടീസിങ് ആൻഡ് റിവിഷൻ. ഈ ഒരു ഫണ്ടമെന്റൽസ്, ഏത് എക്സാമിന്റെയും ഫണ്ടമെന്റൽസ് സെയിം ആണ്. അതിന്റെ സിലബസ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രോപ്പർ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ടെസ്റ്റ്. Ma'am, women in Kerala is performing well, but the number of ladies in the highest position is less. It's because of the attitude of women or men in Kerala. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കേരള. എല്ലായിടവും നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്. അത് പറഞ്ഞ കണക്ക് തന്നെ എന്താണ്, പുരുഷന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്നല്ല, സ്ത്രീകളുടെ എല്ലാവരുടെയും, സമൂഹത്തിന്റെ, അതായത് പുരുഷനും സ്ത്രീയും എല്ലാം ഈ സമൂഹത്തിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരുപക്ഷെ വിമന്റെ ലീഡർഷിപ്പ് റോളിൽ അധികം കാണുന്നില്ല എന്നുള്ളതാണ്. വൺസ് മോർ ആൻഡ് മോർ റോൾ മോഡൽസ് കം, ഈ ഒരു എന്താണ് പറയുന്നത്, ഒരു ധാരണ മാറും. ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം എന്റെ അമ്മയുടെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു എന്താ പറയുക അവസരങ്ങളായിരിക്കില്ല ഇപ്പൊ അല്ല എനിക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. അപ്പൊ ഒരുപക്ഷെ അടുത്ത ജനറേഷന് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ പ്രോസസ്സിന്, ആസ് സെഡ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ, വി ഹാവ് ടു ആക്സിലറേറ്റ് ദ പ്രോസസ്. നമുക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ പോരാ, കുറച്ചും കൂടി എളുപ്പമാക്കണം. അപ്പൊ അതിന് നമ്മൾ ഓരോരുത്തരും എഫേർട്ട് ഇടേണ്ടതാണ്. Have you faced any challenges or discrimination as a woman in this profession? If so, how? അങ്ങനെ ഒരു മേജർ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ എന്റെ ട്രെയിനിങ് പീരീഡിലാണ്.
അങ്ങനെ ഒരു മേജർ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഡിസ്ക്രിമിനേറ്ററി എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ആസ് ഐ സെഡ്, പലപ്പോഴും നമുക്ക് പല പ്ലാറ്റ്ഫോംസിലും നമ്മുടെ നമ്പേഴ്സ് കുറവായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ടു മേക്ക് അവർ വോയിസസ് ഹേർഡ് ഒരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ വർക്ക് ചെയ്തേ പറ്റൂ. വി ഹാവ് ടു ഹെൽപ്പ് ഈച്ച് അതർ. അതായത് ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ സീനിയേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ എനിക്ക് പല കാര്യങ്ങളും എളുപ്പമാവുന്നത് എനിക്ക് മുൻപുള്ള സ്ത്രീകൾ അതെനിക്ക് എളുപ്പമാക്കിയത് കൊണ്ടാണ്. സോ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് വി ഹാവ് ടു മേക്ക് തിങ്സ് ഈസിയർ ഫോർ ദി കമ്മിങ് ജനറേഷൻ. വൺ ബുക്ക് ദാറ്റ് ചേഞ്ച്ഡ് യുവർ പെർസ്പെക്ടീവ്. ആക്ച്വലി ദർ ആർ മെനി ബുക്സ്. പെട്ടെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നത് ഒരു അൺകൺവെൻഷണൽ ബുക്കാണ്. റോണ്ട ബൈൻ എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ദ മാജിക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇറ്റ്സ് ബേസിക്കലി ഇറ്റ് ഈസ് എംഫസൈസിങ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്, ദാറ്റ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഹാവ് ഇൻ യുവർ ലൈഫ്. ആൻഡ് ഐ തിങ്ക് അതാണ് എനിക്ക് ഏറ്റവും ഒരു ഒരു നല്ല തോട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതില്ല ഇതില്ല എന്നുള്ള വിഷമങ്ങൾ കാരണം നമ്മൾ കുറെ നെഗറ്റീവായിട്ട് പോകും. ബട്ട് എവ്രി ടൈം, ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലാണെങ്കിലും, എല്ലാ പരാജയത്തിന്റെ ഇടയ്ക്കും ദർ ആർ സംതിങ്സ് വിച്ച് വിച്ച് വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഓഫ്. അത് ലൈക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വുഡ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് തിങ്സ്, മോർ തിങ്സ്, ഈവൻ മോർ പോസിറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. Looking back on your career, what do you think are some key qualities or skills that have contributed to success as an IAS officer? I think perseverance. അതായത് കണ്ടിന്യൂസ്ലി അതിനു വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും കുറച്ചു ദിവസം കരയും, കുറച്ചു ദിവസം വിഷമിക്കും, പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇനിയിപ്പം വീണ്ടും പഴയത് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് സർവീസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോഴും എന്നെ സർവീസിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ സിവിൽ സർവീസിൽ ആക്ച്വലി വളരെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് വളരെ മോണോട്ടണസ് ആണ്. അതായത് സെയിം കാര്യങ്ങൾ തന്നെ പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു 6-7 വർഷം എന്ന് പറഞ്ഞ സ്കീം ഇംപ്ലിമെന്റേഷൻ ലെവലിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ബിൽഡ് അപ്പ് പോളിസീനെ നമ്മൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അത് അതിന് ഒരുപാട് പേഷ്യൻസും പെർസീവറൻസും ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജേർണി അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ടഫസ്റ്റ് ഡിസിഷൻ യു ഹാഡ് ടു മേക്ക് ഇൻ യുവർ കരിയർ. ഇൻ മൈ കരിയർ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ചെറിയൊരു പീരീഡേ ആയിട്ടുള്ളൂ, ഒരു ജേർണിയാണ്. സോ ഇറ്റ്സ് ലൈക്ക് മേ ബി മോർ ടഫ് ഡെസിഷൻസ് ആർ യെറ്റ് ടു കം. മാരീഡ് ആണോ, മാരീഡ് അല്ല, മാരീഡ് ആവും. ഫാമിലി സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ് എനിക്ക് എന്നെ ആക്ച്വലി ജേർണിയിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് എന്റെ അച്ഛൻ എന്നെ ലൈക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടാണ്. പിന്നെയും പല പ്രാവശ്യവും ഇത് ചെയ്തിട്ടും പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ പ്രഷേഴ്സ് വരുമല്ലോ, ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിക്കാലോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് തോന്നി. അപ്പൊ അതിനെന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഫാമിലി തന്നെയാണ്. അപ്പൊ ഫാമിലി സപ്പോർട്ട് വളരെ തന്നെയാണ്. പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നു, ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഫാമിലിനെ കൺവിൻസ് ചെയ്യണം ദാറ്റ് വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അതൊരു ഇച്ചിരി ടഫ് ടാസ്ക് ആണ്. പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആദ്യമേ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ പേഷ്യന്റ്ലി കൺവിൻസ് ചെയ്യും. കുറച്ചൊക്കെ റിബൽ അടിക്കേണ്ടി വരും. ഒരു IAS ഓഫീസർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് പോളിറ്റിക്സിൽ വരാൻ ആഗ്രഹിക്കുന്ന കാര്യം, അങ്ങനെ ഒരു മാറ്റം വന്നാൽ കുറച്ചുകൂടി ഇന്ത്യ ബെറ്റർ ആവും. അങ്ങനെ ഒരു കാര്യം ലൈക്ക് ഇത് എനിക്കറിയാം, പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ഒരു കാര്യം ഉള്ള രീതിയിൽ പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല അത്. ലൈക്ക് ഒരു മൈക്രോ ലെവൽ ചേഞ്ചസ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് മാറ്റം ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത്. എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ എന്താ പറയുന്നത് സിറ്റിസന്റെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ഈസിലി ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത് പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ പോളിസീസ്, ഈസിലി നമ്മൾ പലപ്പോഴും ഗവൺമെന്റിനെ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ ബ്ലെയിം ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യമേ നമ്മളിലേക്ക് നോക്കണം. നമ്മൾ ആസ് എ സിറ്റിസൺ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്? ആർ വി ആസ്കിങ് ഫോർ വാട്ട് വി നീഡ്? നമുക്കത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ വോട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അതുകൊണ്ട് റാദർ ദാൻ പോയിന്റിങ് ഫിംഗേഴ്സ് അറ്റ് അതേഴ്സ്, ആദ്യമേ നമ്മൾ തന്നെ മാറ്റം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് ആർ ദി അതർ കരിയേഴ്സ്?
which is the hardest type of exam you feel in civil service journey, like written exam or something else? I think written papers തന്നെയായിരുന്നു ഏറ്റവും പാട്. കാരണം 9 പേപ്പർ കണ്ടിന്യൂസ്ലി ഓൺ എഴുതണം. ഓപ്ഷണൽ പേപ്പേഴ്സിന് ഇപ്പം ലാസ്റ്റ് 2 വർഷമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ എക്സാംസും ഗ്യാപ്പ് ഇല്ലാതെ റിട്ടേൺ എക്സാംസ് എഴുതണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് റിട്ടേൺ ഫേസ് ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വാട്ട് അതർ കരിയേഴ്സ് ഹാവ് യു തോട്ട് ഓഫ്? ആക്ച്വലി എപ്പോഴും എന്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു, ഇത് തന്നെ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ വൺസ് ഇത് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ പലതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ബേസിക്കലി അത് എനിക്ക് അതെന്നെ എന്റെ പ്രിപ്പറേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒന്ന് എന്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ്സിന്റെ മുമ്പിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എത്രത്തോളം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ഒരുപാട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഏർണിംഗ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ചോദിക്കാനുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തമായ ഏർണിങ്സ് എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് തരും. പിന്നെ വൺസ് നമ്മൾ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോയി ചോദിക്കാനുള്ള ഒരു മടി കാണും. അപ്പൊ അത് കാരണം ഏർണിംഗ് കുറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചുരുങ്ങി ജീവിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഏർണിംഗ് ബെറ്റർ ആക്കാൻ ശ്രമിക്കും, അഡീഷണൽ അവേഴ്സ് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതൊക്കെ എന്നെ ആസ് എ പേഴ്സൺ നന്നായി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫിസിക്കൽ ക്രൈറ്റീരിയ ഫോർ IAS പൊസിഷൻ, ഒരു ബേസിക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ദാറ്റ് ഇസ് ദയർ. അത് വളരെ ടഫ് ഫിസിക്കൽ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. ഒരു ബേസിക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് ഞാൻ പറഞ്ഞു, ഇപ്പം വളരെ ചെറിയൊരു ജേർണിയാണ് എൻ്റെ ഉള്ളത്. ആ ജേർണിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ വെസ്റ്റ് ബംഗാളിലെ റൂറൽ ഏരിയാസിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമാണ് ബാംഗ്ലാർ ബാഡി എന്ന് പറഞ്ഞത്. അതായത് വീട് കൊടുക്കുക, ആൾക്കാർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഒരു സ്കീമാണ്. ആ സ്കീം ഇംപ്ലിമെന്റേഷൻ ലെവലിൽ റൈറ്റ് ഫ്രം സർവേ ടു ഇറ്റ്സ് ഫൈനൽ എക്സിക്യൂഷൻ ഫേസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊരു വളരെ ഗ്രാറ്റിഫൈങ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ടെർപോളിൻ ഷീറ്റിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ, അത് ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. മഴയും ഫ്ലഡും ഒക്കെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വീട് പോകും. അപ്പൊ എല്ലാ വർഷവും കംപ്ലീറ്റ് വീട് നശിക്കും. ആ ഒരു ഫ്ലഡിന്റെ സമയത്ത് ഇവർ ഫ്ലഡ് ഷെൽട്ടേഴ്സിൽ താമസിക്കുന്നു. തിരിച്ചു വന്ന് വീണ്ടും ഈ പറഞ്ഞ കണക്ക് ഒരു കൂര പോലെ വീടുണ്ടാക്കി താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു അത്യാവശ്യം വളരെ വലിയതല്ലെന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഒരു കോൺക്രീറ്റ് വീടുകളിലേക്ക് ആൾക്കാർ സ്വയം അല്ലെങ്കിൽ അവർ വെച്ചത് മാറുന്ന ആ ഒരു ഫേസ് എനിക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റി. റൈറ്റ് ഫ്രം സർവേ ഓഫ് എലിജിബിൾ ബെനിഫിഷ്യറീസ് ടു എക്സിക്യൂഷൻ ഓഫ് ഹോംസ്. അതൊരു വളരെ ഗ്രാറ്റിഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് പലപ്പോഴും ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വളരെ ഗ്രാൻഡഡ് ആയിട്ട് വിചാരിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും പലരും ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ലെവൽസിലാണ് ആൾക്കാർക്ക് ഇപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്. ഓക്കെ, നമ്മൾ ഷെഡ്യൂൾഡ് ടൈം എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പൊ എല്ലാവർക്കും ഞാൻ എല്ലാ ബെസ്റ്റ് വിഷസും നൽകിക്കൊണ്ട് ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം പലരും പല കോഴ്സ് ഇപ്പം റീലേണിംഗ് അല്ലെങ്കിൽ അഗെയിൻ ലേണിംഗ് എക്സ്പീരിയൻസിലേക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടി വന്നവരുണ്ടാവാം, ഓൾറെഡി പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം, പല ആസ്പിറേഷൻസ് ഉള്ളവരുണ്ടാവാം. എല്ലാവരോടും എനിക്ക് ഇത് തന്നെ പറയാനുള്ളത്, ഡെയർ ടു ഡു ഇറ്റ്, ഡ്രീം ബിഗ് ആൻഡ് ഡെയർ ടു ഡു ഇറ്റ്. പിന്നെ ജസ്റ്റ് എൻജോയ് ദ ജേർണി. ഔട്ട്കംസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും ഈവൻ ബെറ്റർ ഔട്ട്കംസ് ഉണ്ടാവും. only thing is that we have to be sincere in our day-to-day activities. അതാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. I really had a good time and pleasure being here. താങ്ക് യു സോ മച്ച് മാം. ഇത്രയും നേരം നമ്മളോട് കൂടി ഇരുന്നു. ആൻഡ് ലേണേഴ്സ് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ സെഷൻ പോയത്. So on behalf of LearnWise and everyone present here today, I would like to extend our heartfelt gratitude to you for being with us and sharing your incredible journey. So I wish you all continued success in all your journey. So thank you, ma'am. Thank you.